ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞങ്ങൾ പോകുന്നത് മാരിഡ് ഹോട്ടലിലേക്കാണ്. സത്യത്തിൽ അവിടെ ഒരു സ്റ്റേ ഒക്കെ ഞാൻ എന്താ പറയുക, അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടും കൂടിയില്ല കേട്ടോ. അത്രയും വലിയ ഹോട്ടലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇത് ആക്ച്വലി ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അളിയൻ്റെ ഫാമിലി, ചേച്ചിയും അളിയനും കൂടെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു ഗിഫ്റ്റായിരുന്നു അത്. ഫസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. അന്നേരം ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റർ ചെയ്ത സമയത്ത് കറക്റ്റ് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള കറക്റ്റ് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഫ്രണ്ടിൽ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാരിറ്റിൻ്റെ താഴെ എത്തിയപ്പോഴാണ് സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നത്. അതൊരു എന്താ ഒരു 1-2-3 മിനിറ്റ്സിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് അവർ ഡിക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ഫ്രണ്ടിലെത്തിയപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നു അവിടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടെന്ന് കാണിച്ചു തന്നു. പക്ഷേ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ആ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തൊന്നും പ്രത്യേകിച്ച് സെക്യൂരിറ്റിമാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി പാർക്ക് ചെയ്തു. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ BMW കണ്ട് എന്തോ ലോഞ്ചിൻ്റെ അല്ലെങ്കിൽ ലോഞ്ച് എന്തോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളവിടെ പാർക്ക് ചെയ്ത് ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ റിസപ്ഷൻ അങ്ങോട്ട് പോയി. റിസപ്ഷൻ അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ വെൽക്കം ഡ്രിങ്കാണിത്. എന്തോ നീലാമരിയോ നീലാമരി അല്ലോ, ശംഖുപുഷ്പം, അതിൻ്റെ എന്തോ ഡ്രിങ്ക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പ്രോസസ്സിങ് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഭയങ്കര എന്താ പറയുക, കുറേ ക്യാബിൻ ക്രൂസൊക്കെ ഉണ്ടായിരുന്നു. എമിറേറ്റ്സിൻ്റെ ആണെന്ന് തോന്നുന്നു ക്യാബിൻ ക്രൂസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടന്നു. അങ്ങനെ നമ്മൾ ലഗേജുമായിട്ട് മേളിലോട്ട് പോയി. അപ്പോൾ റൂം ബോയ് എന്ന് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് മേളിൽ എത്തിച്ചേരും, അതിനൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മളൊരു മിററൊക്കെ കണ്ടു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് സുഡിയാണ്. എൻ്റെ മിക്ക ഔട്ട്ഫിറ്റും സ്റ്റുഡിയോ എന്നാണ്. വളരെ ചീപ്പാണല്ലോ, നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ റൂം 1515 എന്ന് പറഞ്ഞ റൂം നമ്പറായിരുന്നു. സൂപ്പർ റൂമാണ് കേട്ടോ. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ആ ഡോറാണിത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ഷെൽഫുണ്ട് കേട്ടോ. മുകളിൽ മുതൽ താഴെ വരെയുള്ള വലിയൊരു ഷെൽഫ്. അതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ, നമ്മുടെ ലോക്കറൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. കാര്യം പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ലോക്കറിൽ വെക്കാൻ മാത്രമുള്ളൊന്നും കൊണ്ടുപോകത്തില്ല, എങ്കിലും ലോക്കർ ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഹെയർ ഡ്രയർ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമുക്ക് റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ ചപ്പല് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഹാങ്കേഴ്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. എനിക്ക് എന്തായാലും ഈ റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഒരു തവണയും കൊണ്ട് മാരിറ്റിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ അതിനുള്ള അയൺ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇതൊന്നും യൂസ് ചെയ്തില്ല, പക്ഷേ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ സർവീസും നല്ല സൂപ്പറായിരുന്നു. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. മറ്റേ ഗ്ലാസിൻ്റെ ഡോറാണ്. രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡോറായിരുന്നു. ഫ്രണ്ടിൽ നല്ല സൂപ്പർ മിറർ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. പിന്നെ അതുപോലെ തന്നെ ടവല്, ടിഷ്യൂസ്, നല്ല സൂപ്പർ മിററായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വലിയതായിട്ട് നമ്മളെ കാണാം. എനിക്ക് അങ്ങനത്തെ ഫുൾ സൈസ് മിററുകളൊക്കെ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. അതിനകത്ത് കണ്ടീഷണർ, ഷാമ്പു, മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് ടീയോ കോഫിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ആയിരുന്നു. ഗ്രീൻ ടീയുടെ ഉണ്ടായിരുന്നു, പിന്നെ കോഫിയുടെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഷുഗർ കാര്യങ്ങൾ, പിന്നെ കെറ്റിലുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, ഗ്ലാസ് ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മിനി ബാർ ഉണ്ടായിരുന്നു അതിൽ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് മിനി ബാറൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അന്ന് എന്തായിരുന്നു, എന്തോ പ്രത്യേകതയുള്ള ദിവസം എന്തോ സംഭവം ഉള്ളതുകൊണ്ട് മറന്നു കേട്ടോ. കാരണം ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ വോയിസ് കൊടുക്കുന്നത് ഇപ്പോഴാണേ ഉള്ളൂ. എന്ത് ചെയ്യാം, കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ അവിടെ ഒരു ടേബിൾ കാര്യങ്ങളുണ്ട്, ഫോൺ ഉണ്ടായിരുന്നു, നോട്ട് പാഡ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ട്. പിന്നെ ഇതാണ് അവിടെ ഒരു വലിയൊരു വലിയ വിൻഡോ ആയിട്ടുള്ള നല്ല സൂപ്പറാണ്. ഇവിടെ നമുക്ക് ഏകദേശം എറണാകുളം ഫുള്ള് കാണാൻ പറ്റുന്ന വലിയൊരു വിൻഡോ ആണുള്ളത്. പിന്നെ നമ്മൾ നേരെ നോക്കുമ്പോൾ സ്കൈലൈൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ കുറച്ച് വില്ലകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വില്ലയൊന്നും അറിയത്തില്ല, എന്നാലും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പിന്നെ റിവർ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ കറക്റ്റ് നമ്മൾ ചെന്ന സമയത്ത് സൺസെറ്റ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ചെല്ലാൻ വേണ്ടി. കാരണം ഞങ്ങൾ ഒന്നത് ഇറങ്ങിയത് ലേറ്റ്, രണ്ടാമത് കാറ് വാഷ് ചെയ്യാൻ പോയി. അങ്ങനെ എല്ലാം കൊണ്ടും ലേറ്റായിട്ടാണ് ഞങ്ങൾ എത്തിയത്. കുറച്ചുകൂടെ മുന്നേ എത്തുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൂളിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയും വലിയ വിൻഡോയാണ്. സത്യം പറഞ്ഞത് എങ്ങനെ തുറക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കെട്ടിയനാണ് എനിക്ക് പറഞ്ഞത്, നമുക്കിങ്ങനെ സ്വിച്ച് ഇടുമ്പോഴാണ് ഇത്
വിൻഡോ കർട്ടൻ മാറുന്നതെന്നുള്ളത്. അതിന് 2-3 കർട്ടൻ ഉണ്ടായിരുന്നു. ഈ വലിയ ബേജ് കളറിൽ അതുണ്ടായിരുന്നു, പിന്നെ ഒരു വൈറ്റ് കളറിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ സ്വിച്ചാണ് പോലും. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നതാണ് കേട്ടോ. ഒരു ഇത്രയും വലിയ വിൻഡോ നല്ല രസമല്ലേ. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും. മോർണിംഗിലും നല്ല രസമായിരുന്നു കേട്ടോ. വെറുതെ അവിടെ പോയിരിക്കാം. എന്നിട്ട് ഫസ്റ്റ് സ്വിച്ച് ഇട്ടപ്പോൾ ബേജ് കളറിൽ ഇത് മാറി, സെക്കൻഡ് സ്വിച്ച് ഇട്ടപ്പോഴത്തേക്കും വൈറ്റ് നെറ്റ് കളറിൽ മാറി. കണ്ടോ എന്ത് രസമെന്ന് നോക്കിക്കേ. ഭയങ്കര സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേറെ ഫുൾ സൈസ് മിറർ ഉണ്ടായിരുന്നു നമ്മുടെ റൂമിനകത്ത്. മറ്റേ ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടേബിൾ ഇട്ടിട്ടില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ മിററാണ്. അത് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഫുൾ നമ്മുടെ ചെരുപ്പ്, നമ്മുടെ കാല് വരെയുള്ള ഒക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വാഷ്റൂം. അതിനകത്ത് ഞാനൊരു സംഭവം കണ്ടുപിടിച്ചു കേട്ടോ. നമ്മൾ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തുള്ള ആളെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കർട്ടനാണെങ്കിൽ മാറ്റിയാൽ മതി. അതും സ്വിച്ചാട്ടോ, ഫുൾ സ്വിച്ചിൻ്റെ കളികളാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള ആളെ കാണാം. അപ്പുറത്തെ ആൾക്ക് സത്യം പറഞ്ഞാൽ കിടന്നിട്ട് നമ്മുടെ കുളിസീനൊക്കെ കാണാം. അതുപോലത്തെ സെറ്റപ്പ്. അത് നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ എൻ്റെ കെട്ടിയൻ പറഞ്ഞു, നീയാണ് ഇതെല്ലാം കൂടെ യൂട്യൂബിലുണ്ട്, ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും. പക്ഷേ ഇത് കാണാത്തവരുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മാരിഡ് ഹോട്ടൽ കാണുന്നത്. ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കണ്ടോ ഇവിടെ നോക്കുമ്പോൾ ഫുൾ വ്യൂ. ടോയ്ലറ്റ് ഇരിക്കുന്ന ആളെ കാണാം, വാഷ്റൂം ഇരിക്കുന്ന ആളെ കാണാം, സൂപ്പറായിട്ട് എല്ലാവരെയും കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അങ്ങനെ ഹണിമൂണൊക്കെ പോകുന്നവർക്ക് അങ്ങനെയൊക്കെ കൊള്ളാം. നല്ല ഐഡിയാസാണ്. പക്ഷേ എന്തിനും ഇങ്ങനെയൊക്കെ മനസ്സിലാവുന്നില്ല. എന്തിനു നമ്മൾ കുളിക്കുന്നത് മറ്റുള്ളവരെ കാണേണ്ട ആവശ്യം എന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നല്ല നൈസാണ്. പിന്നെ കുട്ടികളെയൊക്കെ ആയിട്ട് പോകുന്നവർക്ക്, അമ്മമാർക്കൊക്കെ കാണണമെങ്കിൽ അങ്ങനെ വല്ല ഐഡിയാസാണ്. എന്താണോ അത് കൊള്ളാം, രസമുണ്ട്. പിന്നെ എനിക്ക് മിറർ എവിടെ ചെന്നാലും ഒരു വീക്ക്നെസ്, നിങ്ങൾക്കറിയില്ല. മിക്കതിനകത്ത് ഞാനങ്ങനെ സെൽഫി കാര്യങ്ങൾ എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് നൈറ്റ് ആയപ്പം നമുക്ക് നന്നായിട്ട് വിശന്നായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്നുള്ള പ്ലാനാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നല്ല കഴിച്ചത്. നമ്മൾ പുറത്ത് ലുലുവിൽ പോയിട്ട് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് റെസ്റ്റോറൻ്റ് ആയിരുന്നു. റെസ്റ്റോറൻറ്റ് പേര് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നൊക്കെ ഉറങ്ങി. രാവിലെയാണ് ഞങ്ങൾ പൂളിൽ പോകുന്നത്. നമുക്ക് വൈകിട്ടും പോകുമായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പൂളിൽ വൈകിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. രാവിലെ ഞങ്ങൾ പൂളിൽ ചെന്ന് തകർത്ത് ഉല്ലസിച്ചു. ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു, ഒരമ്മയും മോളും, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. നമുക്ക് സൂപ്പറായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ ഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം പൂളിടാനുള്ളത്. സാധാരണ കോട്ടൺ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടുന്ന് തന്നെ മേടിക്കുകയാണ് ചെയ്തിട്ടോ. ഷോർട്ട്സും ടോപ്പൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു. നമുക്ക് അവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ റൂം അവൈലബിൾ ആയിരുന്നു. അപ്പം അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലി, നമ്മുടെ സാധാരണ ഇഡ്ഡലി, വട, അതിൻ്റെ ചമ്മന്തി, സാമ്പാർ, കപ്പ, പിന്നെ ഇതുണ്ട് അത് ടൊമാറ്റോ ചട്നിയോ, ഞങ്ങൾ ക്യാരറ്റ് ചട്നി, ടൊമാറ്റോ ചട്നി, അങ്ങനെ പലതരം ചട്നികളുണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണേലും കഴിക്കണം. പല പല രാജ്യത്തുള്ള ആൾക്കാർക്ക് വരുന്നുണ്ട്. അവർ പല ടൈപ്പിലുള്ള വേഫേഴ്സും പാൻ കേക്കും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ ടൈപ്പിലുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഏത് വേണേലും വയ്ക്കാം. അവസാനം കുറച്ച് ഫ്രൂട്ട്സ് കൂടെ കഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വൈൻഡപ്പ് ചെയ്തു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.